കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാലക്കാട്ടെ ജനങ്ങൾക്ക് മേൽ കോൺഗ്രസ് പാർട്ടി അടിച്ചേൽപ്പിച്ചൊരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ കോളത്തിലും ബി ജെ പിയുടെ മാർക്ക് വളരെ ഉയർന്ന രീതിയിൽ തന്നെയാണുള്ളത്. അതുതന്നെയാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ള സന്ദേശം എന്ന് പറയുന്നത്. ഒരുപാട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആവേശം തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കോൺഗ്രസ് ഓഫീസിനകത്ത് അദ്ദേഹത്തെ കയറ്റാൻ കൊള്ളില്ല, കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗത്തിൽ അദ്ദേഹത്തെ കയറ്റാൻ കൊള്ളില്ല എന്ന് ബോധ്യമുള്ള ഒരു MLA അങ്ങനെ പുറത്താക്കിയ ഒരാളെ പാലക്കാടൻ ജനത സഹിച്ചോളണം എന്നുള്ള ആ ഒരു കോൺഗ്രസിന്റെ ആറ്റിറ്റ്യൂഡ് കേരളത്തിൽ ആദ്യമായിട്ട് BJP ചുമതലയിലെത്തിയ സ്ഥലമാണ് പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിനൊട്ടാകെ ഒരു മാതൃകയാക്കാൻ സാധിക്കുന്ന തീർച്ചയായും പാലക്കാട് നഗരസഭയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള പദ്ധതികൾ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ആവശ്യമായ വീട്, വെള്ളം, തോടുകളുടെ പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങി അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ടൊരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും അധികം ജയസാധ്യത, ഏറ്റവും അധികം ജനസമ്മതി, അവരുടെ വിഷനും മിഷനും നോക്കിയിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. നമസ്തേ, BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രശാന്ത് ശിവനാണ് എനിക്കിപ്പോൾ ഉള്ളത്. ചേട്ടാ നമസ്തേ. നമസ്കാരം. വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കാലം എത്തിയിരിക്കുകയാണ്. ഒരു ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് BJP കളത്തിലിറങ്ങിയിരിക്കുന്നു. എങ്ങനെ പോകുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളൊക്കെ? തീർച്ചയായും ഇത്തവണ ഒരു ഹാട്രിക് വിജയം ഭാരതീയ ജനതാ പാർട്ടിക്ക് സുനിശ്ചിതമാണ്. കഴിഞ്ഞ 2 തവണയും ഞങ്ങൾ പാലക്കാട് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് കാർഡുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്. 2015 നഗരസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷം തികയ്ക്കാനായി സാധിച്ചിരുന്നില്ല. 24 സീറ്റാണ് ലഭിച്ചിരുന്നത്. പക്ഷേ അന്ന് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും എല്ലാവരുടെയും നേതൃത്വത്തിൽ ഒരു കൂറുമുന്നണി ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായി എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും അട്ടിമറിക്കപ്പെട്ട് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് 2020 പാലക്കാട് ജനതയ്ക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ബോധ്യമായി. 2015-20 കാലഘട്ടത്തിൽ ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2020 ഞങ്ങൾക്ക് 28 സീറ്റ് ലഭിച്ചു. വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2015 മുതൽ 20 വരെയും 20 മുതൽ 25 വരെയും ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ കൃത്യമായ രൂപരേഖ ജനങ്ങളുടെ മനസ്സിലുണ്ട്. നിരവധിയായ പ്രവർത്തനങ്ങൾ പാലക്കാട് നഗരസഭയിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പതിറ്റാണ്ടുകളോളം കോൺഗ്രസ് ഭരിച്ച് പാലക്കാടുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ്, 10 വർഷം കൊണ്ട് BJP വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ഒരു കൈ നീട്ടി പാലക്കാട് ജനത സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. നമുക്കറിയാം, കേരളത്തിൽ ആദ്യമായിട്ട് BJP ചുമതലയിലെത്തിയ സ്ഥലമാണ് പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിനൊട്ടാകെ ഒരു മാതൃകയാക്കാൻ സാധിക്കുന്ന NDA അല്ലെങ്കിൽ BJP വന്നു കഴിഞ്ഞാൽ ഭരണം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പാലക്കാട് നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും പാലക്കാട് നഗരസഭയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള പദ്ധതികൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പാലക്കാട് നഗരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള കുടിവെള്ള പൈപ്പിൻ്റെ കണക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൈപ്പ് ലൈനുകളാണെങ്കിലും ശരി, ഇവിടെ ശാശ്വതമായി വെള്ളക്കെട്ടിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് തോടുകളുടെ നവീകരണം നടത്തിയതാണെങ്കിൽ ശരി, പുതിയ വാട്ടർ ടാങ്കുകളുടെ കാര്യങ്ങൾ നടത്തിയതാണെങ്കിൽ ശരി, ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതാണെങ്കിൽ ശരി, PMAY പദ്ധതി പ്രകാരം ഞങ്ങൾ ഇവിടെ വീടുകൾ നൽകിയതാണെങ്കിൽ ശരി, PM സ്വാനിധി അങ്ങനെ നിരവധിയായ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനക്ഷേമകരമായ നിരവധി പദ്ധതികൾ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായ വീട്, വെള്ളം, തോടുകളുടെ പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങി അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ടൊരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. ഈ വികസന തുടർച്ചയിലൂടെ പാലക്കാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കോൺഫിഡൻസും ഉണ്ട്. ഉറപ്പായിട്ടും. ഇപ്പൊ നമുക്കറിയാം, വികസനങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. എന്നാൽ നമ്മൾ പ്രതിപക്ഷത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ആവേശം തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് വ്യാജ വാർത്തകൾ. അതിലെ മാധ്യമങ്ങൾക്കും പങ്കുണ്ട് എന്നുള്ളത് കൂടിയാണ്. അല്ല, ഇവിടെ പാലക്കാടൻ ജനങ്ങൾക്ക് ബോധ്യമാണ്. അത് കൃത്യമായി 2020 ബോധ്യം വന്നതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഞങ്ങളെ വോട്ട് ചെയ്ത് വീണ്ടും അധികാരത്തിലെത്തിച്ചത്. ഈ 25-ലും ആ ജനങ്ങളുടെ വിശ്വാസ്യത ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പിന്നെ ഈ പത്രമാധ്യമങ്ങളിൽ കാണുന്ന രീതിയിൽ ഇത് മൊത്തത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല, വാർഡ് ഇലക്ഷനാണ്.
വാർഡുകളിലെ പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ 2020-25 കാലഘട്ടത്തിൽ ആ വാർഡ് കൗൺസിലർ വാർഡിൽ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, വാർഡിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, വാർഡിലെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ, വാർഡിലെ ആ കൗൺസിലറുടെ ഒരു പ്രസൻസ്, ജനങ്ങൾക്ക് വാർഡ് കൗൺസിലറുമായിട്ടുള്ള ഒരു ആക്സസ്, ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് ബോധ്യമാവുമ്പോഴാണ് വിജയിപ്പിക്കാനായിട്ട് സാധിക്കുക. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ കോളത്തിലും BJPയുടെ മാർക്ക് വളരെ ഉയർന്ന രീതിയിൽ തന്നെയാണുള്ളത്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ള സന്ദേശം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം വാർഡുകൾ, ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ വാർഡുകൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്ന ഒരു വാർഡ് മെമ്പർ ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് വീടിന്റെ അപ്പുറത്തുള്ള ഒരാളെ പോലെ പോയി ചെന്ന് കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത്രയും സ്വീകാര്യതയുള്ളവരെയായിരിക്കും നമ്മൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോഴൊക്കെ അത് ചിന്തിക്കാറില്ലേ? എങ്ങനെയാണ്? 100% തീർച്ചയായും. നമ്മൾ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വാർഡിലെ ജനങ്ങൾക്ക്, അവർക്ക് ആ വാർഡിനകത്തുള്ള വോട്ടർമാർക്ക്, അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ആ വാർഡ് മെമ്പറോട് എത്രത്തോളം ആക്സസ് ഉണ്ട് എന്നതാണ് ആ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു ഘടകം. 2, ഇവിടെ ഒരു 3 മുന്നണികളാണ് മത്സരിക്കുന്നത്. NDA, LDF, UDF എന്ന തരത്തിൽ. ഏത് മുന്നണി അധികാരത്തിൽ വരുമ്പോഴാണ് അവിടെ ഒരു വ്യക്തമായ വികസനം നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയുമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചിന്ത. ഈ 2 കാര്യങ്ങളും വിശകലനം ചെയ്തിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും അധികം ജയസാധ്യത, ഏറ്റവും അധികം ജനസമ്മതി, ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി മെമ്പറായിട്ട് നമ്മൾ നാമനിർദ്ദേശം കൊടുക്കുന്നതിന് മുമ്പ് സീറ്റ് ലഭിക്കുന്ന ആ വ്യക്തി, അവർക്ക് ആ വാർഡിനകത്ത് എത്രത്തോളം സ്വീകാര്യതയുണ്ട്, അവർക്ക് ആ വാർഡിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ള അവരുടെ വിഷനും മിഷനും നോക്കിയിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൽപ്പാത്തി രഥോത്സവ കാലഘട്ടമാണ്. അതിന് ക്ഷീണം പ്രശാന്തേട്ടന്റെ മുഖത്തുണ്ട് താനും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോഴും ഇതുപോലെ ഒരു തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ തന്നെയായിരുന്നു പാലക്കാട് എന്ന് പറയുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടവും കൽപ്പാത്തി രഥോത്സവവും ഒരേ സമയത്തായിരുന്നു. അപ്പോ അന്ന് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തിയതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാടകങ്ങളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു പാഠങ്ങളല്ലേ പാലക്കാടിലെ ജനതയ്ക്ക്? തീർച്ചയായും ജനങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാലക്കാട്ടെ ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ചൊരു ഉപതെരഞ്ഞെടുപ്പാണ്. പാലക്കാട്ടെ ജനങ്ങൾക്കുമേൽ കോൺഗ്രസ് പാർട്ടി അടിച്ചേൽപ്പിച്ചൊരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പാലക്കാടിൻ്റെ MLA മത്സരിക്കുവാനായിട്ട് പോകുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് മത്സരിക്കുവാനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവിടെ മറ്റൊരാളെ മത്സരിപ്പിക്കണമായിരുന്നു. ഇത് നിയമസഭ വരുന്ന സമയത്ത് നിയമസഭയിലോട്ട് മത്സരിക്കുന്നു, പാർലമെന്റിലോട്ട് മത്സരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പാലക്കാട്ടെ ജനങ്ങൾക്ക് മേൽ ബോധപൂർവം ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചു. 2024 ഒരു തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം 6 മാസക്കാലത്തോളം പാലക്കാട്ടെ ജനങ്ങൾക്കൊരു ജനപ്രതിനിധി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു MLA വന്നു. അതിലോട്ട് ഞാൻ കൂടുതൽ കടക്കുന്നില്ല, കാരണം കേരളം മുഴുവൻ നിരവധി ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അയാളെ കയറ്റാൻ കൊള്ളില്ല, കോൺഗ്രസ് ഓഫീസിനകത്ത് അദ്ദേഹത്തെ കയറ്റാൻ കൊള്ളില്ല, കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗത്തിൽ അദ്ദേഹത്തെ കയറ്റാൻ കൊള്ളില്ല എന്ന് ബോധ്യമുള്ള ഒരു MLA, പാലക്കാടിൻ്റെ MLA എന്ന് പറയുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ യോഗ്യനല്ല എന്ന് അവർക്ക് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ പുറത്താക്കിയ ഒരാളെ പാലക്കാടൻ ജനത സഹിച്ചോളണം എന്നുള്ള ആ ഒരു കോൺഗ്രസിന്റെ ആറ്റിറ്റ്യൂഡ്, അത് തീർച്ചയായും ജനങ്ങൾ ഈ വരാനിരിക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആ ചോദ്യം കോൺഗ്രസ്സുകാരോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. കോൺഗ്രസ്സുകാർ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ മതിയാവും. ഉറപ്പായിട്ടും. നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണാന്നുള്ളത് കൂടിയല്ലേ? തീർച്ചയായും ഓരോ തെരഞ്ഞെടുപ്പുകളും വളരെ വിശദമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യേണ്ട തെരഞ്ഞെടുപ്പിലാണ്. ചിലർ പറയാറുണ്ട് ഇതൊരു സെമി ഫൈനലാണ്, അതല്ലെങ്കിൽ അടുത്തൊരു ക്വാർട്ടർ ഫൈനലാണ്. അത്തരത്തിലൊന്നുമില്ല. ഓരോ തെരഞ്ഞെടുപ്പുകൾക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അത് പഞ്ചായത്ത് വാർഡിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലും പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലും ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ പേരിലാണ്.
ഈ മെമ്പർ വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും, എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും, എൻ്റെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്നുള്ള തോന്നൽ ഓരോ ജനങ്ങൾക്കും വരുമ്പോഴാണ് ആ വിശ്വാസം അവർ ഓരോ ജനപ്രതിനിധിയിൽ വെക്കുന്നത്. അത് പഞ്ചായത്ത് മെമ്പറായാലും ശരി, പാർലമെന്റ് അംഗമായാലും ശരി, അവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ആളുകൾക്കുമുണ്ട്. ഇവിടെ പാലക്കാടിന്റെ MLA ഇത്തരത്തിൽ ഈ ജനങ്ങൾ വലിയ പ്രതീക്ഷ കോൺഗ്രസിൽ വെച്ചു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ കോൺഗ്രസ്സുകാർ പാലക്കാടിന് നൽകിയത് ആരെയാണ് എന്ന് ജനങ്ങളും കോൺഗ്രസും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ തന്നെ പറയുകയുണ്ടായിരുന്നു, മുൻപ് തന്നെ പാർട്ടിയിൽ പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ടും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി. എന്നിട്ട് ഇതെല്ലാം പുറത്തു വന്ന സമയത്തും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം എന്നുള്ള നിലപാടിലേക്കല്ലാതെ ഈ ജനപ്രതിനിധി എന്നുള്ള സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതില് വളരെ കൃത്യമായി തന്നെ ഇവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് മലയാളികൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിൽപ്പെട്ട ആളുകൾ. കേരളത്തിന്റെ ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വന്ന് പറയുകയുണ്ടായി, എനിക്ക് ഇത്തരത്തിൽ പരാതി ലഭിച്ചു, ആ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് ഗൗരവകരമായ പരാതിയാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത്തരത്തിൽ പരാതി ലഭിച്ചിരുന്നുവെങ്കിൽ എന്തിനാണ് ഇതുപോലുള്ള ഒരാളെ MLA സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നതിന് കോൺഗ്രസ് പാർട്ടി തയ്യാറായി? അതും പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് കൊണ്ടുവന്നിട്ടാണ്. അവർക്ക് കൃത്യമായി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇയാളുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. എന്നിട്ടും പാലക്കാടൻ ജനത അദ്ദേഹത്തെ സഹിച്ചോളും എന്നുള്ളൊരു ചിന്തയാണ് കോൺഗ്രസ് ഇതുപോലുള്ള ആഭാസന്മാരെ പാലക്കാട് ഇറക്കിയതിന് പുറകിലുള്ളത്. അപ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ തീർച്ചയായും ഈ വിഷയം ചിന്തിക്കും, കോൺഗ്രസ് പാർട്ടിക്ക് മറുപടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയാ ഒരു കവചം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൂടി പൊളിഞ്ഞു വീണ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കേസ് വന്ന അല്ല, ഇവിടെ പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന സമയത്തും ഇത് ഷാഫി പറമ്പിൽ അറിയാതിരിക്കുന്നില്ല. ഇത്തരത്തിൽ ഇവർക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ വേണ്ട നടപടികൾ കൈക്കൊള്ളാതെ രാഹുലിനെ പോലുള്ള ആളുകളെ പൂവിട്ട് വാഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിച്ചത്. കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് മറുപടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ആളുകളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം? എന്തൊക്കെയാണ് അവർ പറയാറുള്ളത്? അല്ല, തീർച്ചയായും കേരളം മുഴുവൻ കണ്ടതാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ആളുകളെ MLA സീറ്റ് നൽകി പാലക്കാട്ടേക്ക് അയക്കുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നിലവാരം എന്ത് എന്ന് കേരളം ചിന്തിക്കുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നുണ്ട്. പാലക്കാട്ടെ പല പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും ഇദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇദ്ദേഹത്തിന് കവചം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇദ്ദേഹത്തിന് പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ആരെയാണ് ഇവർ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? ഇവര് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേ വ്യക്തിയെ കൊണ്ട് നടക്കുന്നതും പരിപാടികളിൽ കെട്ടി എഴുന്നള്ളിക്കുന്നതും എല്ലാം കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. അദ്ദേഹത്തിനായി പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരുന്നു. എന്തേ അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല? അല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നു എന്ന് കോൺഗ്രസിന്റെ നേതൃത്വം പുറത്തു പറയാനായിട്ട് തയ്യാറാവട്ടെ. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയുണ്ട് പ്രചരണം, എങ്ങനെ പോകുന്നു? ഇവിടെ ജില്ലയിലെ നിരവധിയായ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും നഗരസഭാ വാർഡുകളിലും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പല സ്ഥലങ്ങളിലും മാറ്റം പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം നെന്മാറ, കൊല്ലങ്കോട്, മുതലമട പഞ്ചായത്തിലെ ഒരു വാർഡിൽ നിന്ന് 160ഓളം ആളുകളാണ് കോൺഗ്രസിൽ നിന്നും CPM നിന്നും എല്ലാം രാജിവെച്ചുകൊണ്ട് BJPയിൽ ചേരാനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ പല ജനപ്രതിനിധികളായി ഇരുന്ന ആളുകളും ജനപ്രതിനിധികളായവരുടെ മക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ, നിരവധി ആളുകൾ BJP അംഗത്വം എടുത്ത് വരുവാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.